20ഓളം ഹോട്ടലുകളിൽ നിന്ന് പണപ്പെട്ടി മോഷ്ടിച്ചയാള് കോഴിക്കോട് നല്ലളത്ത് ഹോട്ടലിലെ കവർച്ചയ്ക്കിടയിൽ പിടിയിലായി. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. തൃശൂർ ചാഴൂർ സ്വദേശി സന്തോഷ് കുമാറാണ് പിടിയിലായത്. ഒരിക്കൽ കയറിയ ഹോട്ടലുകളുടെ പേര് ഇയാൾ ഡയറിയിൽ എഴുതി വെക്കും. കാരണം വീണ്ടും അവിടെ കയറിയാൽ കുടുങ്ങുമല്ലോ എന്ന ഭയം കൊണ്ടാണ് അയാൾ വീണ്ടും ഈ ഡയറിയിലൊക്കെ എഴുതി വെക്കുന്നത്. അങ്ങനെ അതിവിദഗ്ധമായാണ് ഇയാൾ മോഷണം നടത്തുന്നത്. ഇംതിയാസ് കരീം കൂടുതൽ വിവരങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. ഇംതിയാസ്, നമ്മൾ ഈ ഹോട്ടലുകളിൽ പോകുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പൈസ നിക്ഷേപിക്കുന്നത് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ആ പണപ്പെട്ടി പോലും മോഷ്ടിക്കാൻ ഇയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇയാളുടെ മനസ്സ് എന്തൊരു ദുഷ്ടത നിറഞ്ഞ മനസ്സാണല്ലേ ഇംതിയാസ്? കള്ളന്മാരുടെ ചില മോഷണ കഥകളിൽ കൗതുകകരമായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പം കുറേ അധികം ഗൗരവമുള്ള ഒരു കാര്യവുമാണിത്. അതായത് ഈ തൃശ്ശൂർ ചായൂർ സ്വദേശിയായിട്ടുള്ള സന്തോഷ് കുമാർ കുറേ കാലങ്ങളായിട്ട്, അതായത് ഏകദേശം പോലീസ് പറയുന്ന കണക്ക് പ്രകാരം 2016 മുതൽ അയാൾ നിരന്തരമായിട്ട് ഈ തരത്തിൽ ഹോട്ടലിൽ കയറി അവിടെയുള്ള ചാരിറ്റി ബോക്സ് അടിച്ചു മാറ്റുന്ന പരിപാടി കുറേ കാലമായിട്ട് നടത്തി വരുന്നതാണ്. അങ്ങനെയാണ് കോഴിക്കോട് നല്ലളത്തുള്ള ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞ മാസം 25-ന് സമാനമായ രീതിയിൽ ചാരിറ്റി ബോക്സ് അടിച്ചു മാറ്റുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ കള്ളൻ ഹോട്ടലിൽ കയറിയതിന് ശേഷം തൻ്റെ കയ്യിലുള്ള ചില്ലറ, അതായത് 10-ൻ്റെയും 20-ൻ്റെയും ഒക്കെ നോട്ടുകൾ അവിടെയുള്ള ക്യാഷറായിട്ടിരിക്കുന്ന ആൾക്ക് കൊടുത്തിട്ട് അത് നോട്ടാക്കി മാറ്റാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയ്ക്കാണ് ഇയാൾ ഈ പണി ഒപ്പിക്കുന്നത്. കാരണം ക്യാഷ്യറുടെ ശ്രദ്ധ ഈ പൈസയിലാവുമ്പോൾ, ഈ കൊടുത്ത പണത്തിലാവുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ചാരിറ്റി ബോക്സ് പതിയെ എടുത്ത് അത് കവറിലേക്ക് ഇടുക എന്നുള്ളതാണ് ഇയാൾ ചെയ്തു പോരുന്നൊരു പണി. അത് ആ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായ കാര്യവുമാണ്. ഇങ്ങനെ 20-ലധികം കടകളിൽ സമാനമായ രീതിയിൽ ഈ കള്ളൻ മോഷണം നടത്തിയിട്ടുണ്ട്. അതൊക്കെ അധികവും ഈ ചാരിറ്റി ബോക്സ്, ഇങ്ങനെ പലരായിട്ട് ഇടുന്ന പാവപ്പെട്ട രോഗികൾക്കും അതല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലേക്കുമൊക്കെ, ചാരിറ്റി നടത്തുന്ന സ്ഥാപനങ്ങളിലേക്കുമൊക്കെ പോവേണ്ട ബോക്സുകളാണ്. അതിലിടുന്ന പണമാണ് ഈ തരത്തിൽ ഈ കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെയുണ്ട്, അതും കൂടെ കുറച്ച് കൗതുകമുള്ളതാണ്. ഈ മോഷ്ടിച്ച കടകളുടെ എല്ലാം പേരുകൾ 2-3 പേപ്പറുകളിലായിട്ട് ഇയാൾ കടകളുടെ പേര് 1, 2, 3 എന്ന നമ്പർ ഇട്ട് ഓരോ കടകളുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ പേരുകൾ എഴുതി വെക്കുന്നത് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് എനിക്കും തോന്നി. ഞാനത് പോലീസിനോട് അന്വേഷിച്ചു, നല്ലളം സിഐയോട് അന്വേഷിച്ചു. അപ്പോൾ പറയുന്നത്, ഒരു കടയിൽ കയറി അവിടെ മോഷണം നടത്തി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ പേരെഴുതി വെക്കും. പിന്നീട് ആ കടയിൽ പോയി കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് ഈ കള്ളന് ഉറപ്പുണ്ട്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് അടിച്ച് ആ കടയിൽ വീണ്ടും നേരത്തെ കയറിയ കടയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കടകളുടെ പേര് കുറിച്ച് വെക്കുന്നത് എന്നുള്ളതാണ് ഈ കള്ളൻ പോലീസിനോട് പറഞ്ഞ കാര്യം. എന്തായാലും ഈ തൃശ്ശൂരിലെ ഈ സന്തോഷ് കുമാർ എന്ന കള്ളനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് പാവപ്പെട്ട രോഗികൾക്കൊക്കെ വേണ്ടിയിട്ടിടുന്ന തുകയാണ്. ഇതൊക്കെയാണ് ഈ കള്ളന്മാർ അടിച്ചുമാറ്റി പോകുന്നത്. അത് പലരായിട്ടിടുന്നത് ആയതുകൊണ്ട് തന്നെ പലരും പരാതിപ്പെടില്ല. അതായത് ഒരു പൊതുവായ കാര്യമായതുകൊണ്ട് തന്നെ പലരും പരാതിപ്പെടാനൊക്കെ ഒരു പക്ഷേ മടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇതെന്തായാലും പരാതിപ്പെട്ടിരുന്നു. അങ്ങനെ പരാതിപ്പെട്ടതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മാസം നടന്ന ഈ കവർച്ച പോലീസിന് പിടിക്കാൻ പറ്റിയത്. നല്ലളം പോലീസ് 1 മാസമായിട്ട് ഇതിന്റെ പിറകിലായിരുന്നു. എന്തായാലും അതൊടുവിൽ വിജയം കണ്ടു. തൃശ്ശൂരിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. ഈ കള്ളനെ പിടികൂടാൻ കാരണമായതല്ലേ ഇംതിയാസ്? എന്തായാലും ഇയാളെ
പിടികൂടിയല്ലോ. നമുക്കറിയാം ഇംതിയാസ് പറഞ്ഞതുപോലെ തന്നെ രോഗികളായവർക്കോ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെടുന്ന മനുഷ്യരിലേക്ക് എത്തിച്ചേരേണ്ട ഒരു പണമായിരുന്നു. അതും അതിവിദഗ്ധമായി ആ കള്ളൻ മോഷ്ടിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറിയിൽ നേരത്തെ കയറിയ കടകളുടെ പേര് ഡയറിയിൽ കൃത്യമായി എഴുതി വെക്കും. എന്നിട്ട് അവിടെ കയറാതിരിക്കാൻ ശ്രമിക്കും. കാരണം ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നവർ ഈ പണപ്പെട്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ കുറച്ചുകൂടെ ശ്രദ്ധാലു ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി കയറിയ കടയിൽ വീണ്ടും കയറാതിരിക്കാൻ ഇയാൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അതിവിദഗ്ധമായി മോഷണം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ഹോട്ടൽ ഉടമ പരാതിപ്പെട്ടു. അതുകൊണ്ട് CCTV ദൃശ്യമൊക്കെ കേന്ദ്രീകരിച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു. ശരി ഇംതിയാസ്.